نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഹാജിമാർ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജ് 8 യൗമുത് തർവിയ ഹജ്ജിന്റെ കർമ്മങ്ങളുടെ ആരംഭം അവർ അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മക്കയിലും മിനയിലുമായി ഉയർന്നു കേൾക്കുന്ന അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെയും അല്ലാഹുവിനോടുള്ള അനുസരണത്തിന്റെയും അല്ലാഹുവിനോടുള്ള ഇഖ്ലാസിന്റെയും അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് ഹാജിമാർ, ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും നിന്ന് വന്നിട്ടുള്ള ഹാജിമാർ അവർ തൽബിയത്ത് മുഴക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന തൽബിയത്തിന്റെ വാക്കുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദുൽഹിജ്ജ് 9 അറഫ ദിവസത്തിൽ അറഫയിൽ നിൽക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ്. അഥവാ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫയിലുള്ള നൃത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറഫ ദിവസത്തിന്റെയും അറഫയുടെയും മഹത്വം ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ചിന്തിക്കുകയും ആ ദിവസത്തിന്റെ പവിത്രതയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഹാജിമാരല്ലാതെയായിട്ടും നമുക്ക് സാധിക്കുന്നത് നാം ചെയ്യേണ്ടതുണ്ട്. ഒരിക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുകയുണ്ടായി, യാ അമീറൽ മുഅ്മിനീൻ, ഏ മുഅ്മിനീങ്ങളുടെ നേതാവേ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ, നിങ്ങളുടെ കിതാബിൽ ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്ത്, ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത്, ആ ആയത്തെങ്ങാനും ഞങ്ങൾ യഹൂദന്മാരുടെ ജൂതന്മാരുടെ മേലാണ് ഇറങ്ങിയതെങ്കിൽ ലത്തഖദനാ ദാലികൽ യൗമ ഈദാ, ആ ദിവസമുണ്ടല്ലോ അത് ഞങ്ങൾ ഈദായി തെരഞ്ഞെടുക്കുമായിരുന്നു, ഞങ്ങൾ അത് ആഘോഷിക്കുമായിരുന്നു എന്ന് ഒരു ജൂതൻ വന്നു പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യു ആയ, ഏതായത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആ വ്യക്തി പാരായണം ചെയ്തു കൊടുത്തു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീനാ, ദാ ഈ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീന് പൂർത്തിയാക്കിക്കൊണ്ട്, നിങ്ങൾക്കുള്ള നിഅമത്ത് പൂർത്തിയാക്കിക്കൊണ്ട് നൽകിയിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് ദീനായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന ഈ ആയത്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم, ഞങ്ങൾക്കറിയാം ആയത്ത് എവിടെയാണ് ഇറങ്ങിയത്, എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമുഅ, ജുമുഅ ദിവസത്തിൽ അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയത്. അതെ, ദീന് പൂർത്തീകരിച്ച, ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ പൂർത്തീകരിച്ച ആ ദിവസമായിരുന്നു യൗമ അറഫ എന്നുള്ളത്. അതുപോലെ ധാരാളം മഹത്വങ്ങൾ ആ ദിവസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ബുറൂജിൽ പറഞ്ഞു, വസ്സമാഇ ദാത്തിൽ ബുറൂജ്
വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് വസ്സമാഇ ദാത്തിൽ ബുറൂജ്. നക്ഷത്രമണ്ഡലങ്ങൾ നിറയുന്ന ആകാശം തന്നെയാണ് സത്യം. വൽയൗമിൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം തന്നെയാണ് സത്യം. വശാഹിദിൻ വമശ്ഹൂദ് സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെട്ടതുമാണ് സത്യം എന്ന് ഈ ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ യൗമുൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം യൗമുൽ ഖിയാമ അന്ത്യനാളാണ്. വൽ യൗമുൽ മശ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെട്ട ദിവസം യൗമു അറഫ അറഫ ദിവസമാണ്. വശാഹിദ് സാക്ഷിയായിട്ടുള്ള ദിവസം യൗമുൽ ജുമുഅ ദിവസവുമാണ് എന്ന് പറഞ്ഞു. യൗമു അറഫ സാക്ഷ്യം വഹിക്കപ്പെട്ടതാണ്. എന്തിനാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്? എന്തിനാണ് യൗമു അറഫ അല്ലെങ്കിൽ അറഫ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്? ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖദല്ലാഹുൽ മീസാഖ മിൻ ദഹരി ആദം ബിനഅമാൻ യഅനി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളിൽ നിന്ന് അറഫയിൽ വെച്ചുകൊണ്ട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്. ഫഖറജ മിൻ സുൽബിഹി കുല്ലു ദുരിയത്തിൻ ദറഅഹാ ഫനസറഹും ബൈന യദൈഹി കദ്ദർ. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ഈ ലോകത്ത് ജനിച്ചു വീഴാനുള്ള എല്ലാ മനുഷ്യരെയും അണുമണി പോലുള്ള വലുപ്പത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ثم كلمهم قبلا അല്ലാഹു തആല അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചു. ഖാല എന്നിട്ട് അല്ലാഹു പറഞ്ഞു അലസ്തു ബിറബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു. ഖാലു അവർ പറഞ്ഞു ബലാ ഷഹീദിന അതെ ഞങ്ങൾ അതിന് സാക്ഷികളാണ്, ഞങ്ങൾ അതിന് സാക്ഷികളാണെന്ന് അവർ സാക്ഷ്യം വഹിച്ചു. അൻ തഖൂലു യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അല്ലാഹു പറഞ്ഞു നിങ്ങൾ ഇനി യൗമുൽ ഖിയാമയിൽ അന്ത്യനാളിൽ പറഞ്ഞു പോകരുത് ഇതിനെക്കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായിരുന്നു എന്ന്. ഔ തഖൂലു അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ൽ വകുന്നാ ദുരിയതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. ഞങ്ങളുടെ മുൻഗാമികൾ പൂർവ്വപിതാക്കന്മാർ അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു, അവരുടെ സന്താനങ്ങളായതുകൊണ്ടാണ് ഞങ്ങളും ശിർക്ക് ചെയ്തത്, അവർ പിഴച്ചതിന് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് നിങ്ങൾ നാളെ പറഞ്ഞു പോകരുത്. അതിനാണ് ഈ കരാർ വാങ്ങിയിട്ടുള്ളത്. അതെ, ഏതൊരു മനുഷ്യനും അറിയുന്ന വ്യക്തമായി ബോധ്യമുള്ള കാര്യമാണ് തനിക്കോ റബ്ബുണ്ട് എന്നുള്ളത്. തന്നെ നിയന്ത്രിക്കുന്ന, തന്നെ അധികാരപ്പെടുത്തുന്ന, തനിക്ക് ഉപജീവനം നൽകുന്ന, തന്നെ എല്ലാ രീതിയിലും ഉടമപ്പെടുത്തിയിട്ടുള്ള റബ്ബുണ്ട് എന്ന് അറിയാത്ത, തന്റെ കൽബിൽ മനസ്സിലാകാത്ത ഒരു മനുഷ്യനുമില്ല. ആ കരാർ ആദമിന്റെ മുതുകിൽ നിന്ന് ആദം സന്ധികളിൽ നിന്ന് അറഫയിൽ വെച്ചാണ് വാങ്ങിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അങ്ങേയറ്റം മഗ്ഫിറത്ത് നൽകുന്ന, അങ്ങേയറ്റം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന, പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ദിവസമാണ് അറഫ എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ മിൻ യൗമിൻ അക്തറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തിനേക്കാൾ ഇത്രയും അധികം അടിമകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന ഒരു ദിവസവുമില്ല. വഇന്നഹു ലയദ്നു. ആ ദിവസത്തിൽ അല്ലാഹു തആല അടിമകളോട് ഏറ്റവും അടുക്കും. ഒന്നാം ആകാശത്തിലേക്ക് വരും. ثم يباهي بهم الملائكة. ഈ അടിമകളെ കാണിച്ചുകൊണ്ട് അറഫയിൽ നിൽക്കുന്ന, ഒരേ വേഷം ധരിച്ച് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, അറബിയെന്നോ അജമിയെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് തന്റെ ബുദ്ധിമുട്ടുകൾ വിളിച്ചു പറയുന്ന, അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദ് വിളിച്ചു പറയുന്ന ഈ അടിമകളെ കാണിച്ചുകൊണ്ട് അള്ളാഹു തആല മലക്കുകളുടെ മുമ്പിൽ പെരുമ കാണിക്കും. എന്നിട്ട് ചോദിക്കും മാ അറാദ ഹഉലാ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവർക്ക് എന്താണ് വേണ്ടത്? മറ്റൊരു ഹദീസിൽ കാണാൻ അല്ലാഹു തആല പറയും ഉൻദുറു ഇലാ ഇബാദി, എന്റെ അടിമകളിലേക്ക് നോക്കൂ. അതൗനി ശുഅസൻ വഗബ്റ, അവരതാ മുടിയിൽ ജട പിടിച്ചുകൊണ്ട്, ശരീരത്തിൽ പൊടി പിടിച്ചുകൊണ്ട് അവരതാ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറഫയുടെ ഫളിനെ പറ്റി ഒരാൾ ചോദിച്ചു. അറഫയുടെ ഫളിനെ പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഅമ്മാ വുഖൂഫുക അശിയ്യത അറഫ, അറഫയിൽ ദുഹർ മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് നിൽക്കുക എന്നുള്ളത്, ആ നിൽക്കം ഫഇന്നല്ലാഹ യഹ്ബിതു ഇല സമാഇ ദുനിയ, അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങും. ഫയുബാഹി ബികുമുൽ മലായിക, നിങ്ങളെ കാണിച്ചുകൊണ്ട് മലക്കുകളുടെ അടുക്കൽ പെരുമ നടിക്കും. അതെ, മലക്കുകൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചീന്തുന്ന ഒരു സൃഷ്ടിയെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കറിയാത്തത് അല്ലാഹുവിന് അറിയാമായിരുന്നു. ആ മലക്കുകൾക്ക് മുമ്പിൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് അല്ലാഹു പെരുമ കൊള്ളും. യഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും ഇബാദി ജാഊനി ശഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്,
അവരതാ വ്യത്യസ്തമായിട്ടുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, എല്ലാവിധ മലമ്പാതകളിൽ നിന്ന് എന്റെ അടുക്കലേക്ക് ജടപിടിച്ച പൊടിപുരന്റെ അവസ്ഥയിലെത്തിയിരിക്കുന്നു. യർജൂന ജന്നതി, അവരെന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നു. ഫലൗ കാനത് ദുനൂബുകും കകഅദദിർ റമൽ, അവരുടെ പാപങ്ങൾ മണൽത്തരിയോളമാണെങ്കിലും, ഔ കഖതറിൽ മതർ, മഴത്തുള്ളികളോളമാണെങ്കിലും, ഔ കസബദിൽ ബഹർ, കടലിലെ നുരയോളമാണെങ്കിലും, ലഗഫർതുഹ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതും, നിങ്ങൾക്ക് അവിടെ നിന്ന് പോകാം പൊറുക്കപ്പെട്ടവരായിക്കൊണ്ട്. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്തുവോ അവർക്കും അതേ അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതേ സഹോദരങ്ങളെ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മമായ അറഫയിൽ ഇത്രയധികം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന സമയം മഗ്രിബിനോട് അടുത്തപ്പോൾ, സൂര്യൻ അസ്തമിക്കാനായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, യാ ബിലാൽ അൻസിത് ലി അന്നാസ്, ബിലാലെ ജനങ്ങളോട് എന്നെ ശ്രദ്ധിക്കാൻ പറയൂ, ജനങ്ങളോട് നിശബ്ദമായി എന്നെ ശ്രദ്ധിക്കാൻ പറയൂ. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, അൻസിതു ലി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. ജനങ്ങൾ എല്ലാവരും റസൂലുള്ളാഹിലേക്ക് തിരിഞ്ഞു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഅശറൻ നാസ്, ഏ ജനങ്ങളെ, അതാനി ജബ്രായീൽ ആനിഫ, അതാനി ജബ്രായീൽ ആനിഫ, എന്നിലേക്ക് ഇതാ ജിബ്രീൽ ഇപ്പോൾ വന്നു. ഫഖറഅനി മിൻ റബ്ബി അസ്സലാം, എന്റെ റബ്ബിൽ നിന്നുള്ള സലാം എന്നെ അറിയിച്ചിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഗഫറ ലി അഹ്ലി അറഫാത്ത് വ അഹ്ലിൽ മഅശർ വളമിന അൻഹും മുത്തബഅത്ത്. അതാ അറഫയിലും ഹജ്ജിന്റെ മറ്റുള്ള കർമ്മങ്ങളിൽ മുഴുകിയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു, അവരെ വീഴ്ചകൾ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല അറിയിച്ചതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ ലനാ ഖാസ, ഇത് ഇന്ന് ഇവിടെ അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ അതാ മിൻ ബഅദികും, ഇത് നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ശേഷം ഈ ഹജ്ജ് നിർവഹിക്കുന്നതിന് അറഫയിലെത്തുന്ന എല്ലാവർക്കുമുണ്ട് എന്ന് പറഞ്ഞു. ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കസുറ ഖൈറുല്ലാഹി വ താബ, അല്ലാഹുവിൽ നിന്നുള്ള ഖൈറുകൾ അതാ ഏറ്റവും വിശിഷ്ടമായി അധികരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ സഹോദരങ്ങളെ, അറഫ എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠമായ, വളരെയധികം മഹത്തരമായ, സമാനുകൊണ്ടും മക്കാനുകൊണ്ടും സ്ഥലം കൊണ്ടും ദുൽഹിജ്ജ 9 ആ ദിവസം കൊണ്ടും വളരെ മഹത്തരമുള്ള കാര്യമാണ്. ആ ദിവസത്തിലെ ദുആ പ്രത്യേകം ശ്രേഷ്ഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ഖൈറായിട്ടുള്ള ദുആ യൗമ അറഫയിലുള്ള ദുആ. അത് അറഫയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് സ്ഥലവും കാലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അറഫയിൽ ഹാജിമാരല്ലാതെ ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ആളുകൾക്ക് ആ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ ദുആ അഫ്ളലാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ചില സ്വഹാബികൾ മറ്റുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടി യൗമ അറഫയിൽ അവരെവിടെയാണോ ആ മസ്ജിദുകളിൽ ദുആ, അല്ലാഹുവിനോട് ദുആയിലും ദിക്റിലും മുഴുകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഫയിൽ ഏറ്റവും അധികം മുഴക്കേണ്ട, ചൊല്ലേണ്ട ദിക്റും ദുആവുമായിട്ടുള്ള ലഫ്ളായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എന്റെ മുൻപുള്ള എല്ലാ നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരാളുമില്ല, അവനേകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് എല്ലാ ആധിപത്യവും. വലഹുൽ ഹംദ്, അവനാണ് എല്ലാ സ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ഈ കലിമത്ത് ഏറ്റവും ഖൈറായതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറഫയിൽ പ്രത്യേകം, അതുപോലെ ആ ദിവസത്തിനും ധാരാളമായി നാം പറയേണ്ട ഒരു കലിമത്താണ് തൗഹീദിന്റെ പൂർണ്ണതയുടെ ഈ കലിമത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, യൗമ അറഫ വളരെ ശ്രേഷ്ഠമാണ്. അറഫയിലെ നൃത്തം ഹാജിമാർക്ക് പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ആ ദിവസത്തിന്റെ നന്മകൾ മനസ്സിലാക്കുകയും അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ദുൽഹിജ്ജ 9 യൗമ അറഫയിൽ
ഹാജിമാരല്ലാത്ത ലോകത്തിന്റെ മറ്റുള്ള പ്രദേശങ്ങളിലുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് യൗമു അറഫയിൽ അറഫ ദിവസത്തിൽ നോൻപ് നോൽക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൗമു യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് യുകഫിറു സനതൈൻ, 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. മാദിയതൻ വമുസ്തഖ്ബിലതൻ, കഴിഞ്ഞ വർഷത്തെയും വരാൻ പോകുന്നത് എന്ന് ഉദ്ദേശിച്ചാൽ പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതുകൊണ്ട് ദുൽഹിജ്ജ 9 യൗമു അറഫയിൽ നാം എല്ലാവരും സുന്നത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ നോമ്പ് നോൽക്കുക. അതുപോലെ തന്നെ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ന്റെ ശ്രേഷ്ഠത നമുക്കറിയാം. അതിൽപ്പെട്ട ദിവസമാണ് യൗമു അറഫ. അതുപോലെ തന്നെ അന്ന് നോമ്പെടുക്കുന്നത് ആ രീതിയിലും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാം നേരത്തെ പറഞ്ഞ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്നുള്ളത് അത് ഹാജിമാർക്ക് പ്രത്യേകമാണ്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് കൊണ്ടും ആ ദിവസം കൊണ്ടും അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. മറ്റുള്ളവർക്ക് ആ ദിവസം അറഫ ദിവസം എന്ന നിലക്ക് ദുആ ചെയ്യാൻ, അഫ്ദലായിട്ടുള്ള ദിക്റുകളിൽ മുഴുകാൻ, ഇസ്തിഗ്ഫാറിലും തൗബയിലും മുഴുകാൻ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള, അതുപോലെ ഇമാം അഹ്മദ് പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ദിവസത്തിൽ ധാരാളം ദിക്റുകളും ഇസ്തിഗ്ഫാറും തൗബയും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കാനും ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുക, കൂടുതൽ ഇബാദത്തിൽ മുഴുകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്ന് പോയിട്ടുള്ള ഹാജിമാർ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന നാം ഓരോരുത്തർക്കും അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.